ഹലോ, ഞാൻ ജൂലി രാകേഷ്. അപ്പോൾ ഒരു അനുഭവം പറയാൻ വേണ്ടി വന്നതാണ്. അതായത് ചക്ര മെഡിറ്റേഷൻ എന്ന് പറയണത് അതിമനോഹരമാണ്. അതിമനോഹരം എന്ന് വെച്ചാൽ അതിമനോഹരമാണ്. ചക്ര പഠിപ്പിക്കുന്ന ഒരാൾക്ക് ഒരു ഗുരു എന്ന നിലയ്ക്ക് ശിഷ്യന്റെ ഹൃദയം അറിയണം, അവരുടെ ബ്ലോക്ക് ഏതാണെന്ന് നമുക്കറിയണം. എങ്കിൽ മാത്രമേ നമുക്കത് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഞാൻ ആദ്യം മെഡിറ്റേഷൻ്റെ പഠിച്ചത് അതായിരുന്നു. പക്ഷെ പോയി പഠിക്കാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ സാറോട് പറയും, സാറേ എനിക്ക് മറ്റുള്ളവർ ചക്ര ഏതാ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടൊന്നും എനിക്കൊരു കാര്യമില്ല, എനിക്ക് എന്തറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അത് നിർത്തി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി പഠിച്ചത്. നല്ലോണം തറവായി പഠിച്ചു. ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി അതിലൊരു കുട്ടിക്ക് തലവേദന ഉണ്ടെന്ന്. അത് അവരുടെ നെഗറ്റീവ് എനർജിയാണ്. അപ്പോൾ അത് കളയണം. അതവിടെ വെച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ തലയുടെ ഏത് ഭാഗത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിലൊരാൾക്ക് തലവേദന ഉണ്ട്, ആ തലവേദന നിങ്ങൾ കളയണം. അതവിടെ വെച്ചിട്ട് കാര്യമില്ല. ബിക്കോസ് അത് നമ്മുടെ നെഗറ്റീവ്, നമ്മൾ ചക്രാസ് ആക്ടിവേറ്റ് ചെയ്ത് മുകളിലേക്ക് വരുമ്പോൾ അതവിടെ വന്ന് നിൽക്കും. നെഗറ്റീവ്സ് അവിടെ വരും. ഓരോരോ നമുക്ക് എവിടെയാണെന്നിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഈ കുട്ടിക്ക് തലയുടെ അവിടെ നിൽക്കണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഒരാൾക്ക് ഇവിടെ തലവേദന ഉണ്ട്, നിങ്ങളത് കളയുമെന്ന് പറഞ്ഞു. ഗൂഗിൾ മീറ്റ് വഴിയാണ് നമ്മുടെ ക്ലാസ് തുടങ്ങുമ്പോൾ നമുക്ക് ആരെയും കാണില്ല. അവരിട്ട് പറയാറുമില്ല വരിക ക്ലാസ് തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ ഉടനെ ആ കുട്ടിയുടെ വോയിസ് ഉണ്ടായിരുന്നു. എന്താണെന്നുള്ളത് ഞാൻ കേൾപ്പിച്ചു തരാം. എനിക്ക് തലയുടെ പിന്നിൽ ശരിക്കും വേദന എടുത്തിട്ട് ഞാൻ ഒരു ക്ലിപ്പില്ലേ, മറ്റേ ബനാന ക്ലിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത് കാരണം വെച്ചിട്ട് ഞാൻ അതിങ്ങനെ വേദന എടുത്തപ്പോൾ ഊരിയിട്ട് വെച്ചു. ഊരി വെച്ച വഴിക്കാണ് ചേച്ചി ആ കാര്യം പറഞ്ഞത്. ഞാൻ ശരിക്കും എന്താ പറയുക, ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ, അയ്യോ എൻ്റെ കണ്ണിതൊക്കെ ഒരു വെള്ളം വന്നു. എന്താ അപ്പോൾ അത് പറഞ്ഞപ്പോഴേ ശരിക്കും ഉണ്ടാ. പക്ഷെ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, എന്തുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ മീൻസ് എൻ്റെ ഉള്ളിലുള്ള എന്തെങ്കിലും നെഗറ്റീവ് എനർജി തന്നെ ആയിരിക്കില്ലേ. എന്തായാലും അത് എല്ലാം പുറത്ത് പോയപ്പോൾ സന്തോഷം. നമ്മളൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാവർക്കും നല്ലത് മാത്രം ആലോചിക്കല്ലേ, ഒരു നെഗറ്റീവ് ഇല്ലാന്ന് വിചാരിച്ചിരുന്നിരുന്നു കേട്ടാ.